Profcon Prologue. To the right call through the right path. ആദിൽ ലത്തീഫ് സ്വലാഹി സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ഈ 19ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏറെ വൈവിധ്യമായ രൂപത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്ന രൂപത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രോഗ്രാമാണ് ഈ സമ്മേളനത്തിൽ നമുക്കായി ഒരുക്കി വച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്നലെ മുതൽ യാത്ര ചെയ്യുകയും ആ യാത്രയുടെ ക്ഷീണം പോലും മാറുന്നതിന് മുമ്പ് തന്നെ എല്ലാം മറന്നുകൊണ്ടും എല്ലാം ത്യജിച്ചുകൊണ്ടും ഈ വൈജ്ഞാനിക സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് വരെ പല ലക്ഷ്യങ്ങളായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. എന്തിനാണ് പ്രോഫ്കോണിന് വേണ്ടി നീ പോകുന്നത് എന്ന് നമ്മുടെ ക്യാമ്പസുകളിലെ സഹപാഠികൾ നമ്മളോട് ചോദിക്കുമ്പോൾ പലപ്പോഴും പല ഉത്തരങ്ങളായിരിക്കും നമ്മളൊക്കെ അവർക്ക് നൽകിയിട്ടുണ്ടാവുക. ചിലർ സ്വന്തം താല്പര്യം കൊണ്ട് പ്രോഫ്കോണിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചവരുണ്ടാകും. മറ്റു ചിലർ തൻ്റെ കൂട്ടുകാരൊക്കെ ഈ ഒരു സമ്മേളനത്തിലേക്ക് വരുമ്പോൾ അവരുടെ കൂടെ ഞാനും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്ന് പ്രതിജ്ഞ ചെയ്തവരുണ്ടാകും. കൂട്ടുകാർക്ക് താല്പര്യമില്ലെങ്കിലും തനിക്ക് സ്വയം താല്പര്യമില്ലെങ്കിലും തൻ്റെ മാതാപിതാക്കൾ നിർബന്ധിച്ചുകൊണ്ട് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരും സ്വാഭാവികമായും ഇതുപോലുള്ള വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ ഒരുപക്ഷെ ഇവിടെ വന്നത് വ്യത്യസ്ത ലക്ഷ്യങ്ങളോടുകൂടെയായിരിക്കാം. പക്ഷേ നമ്മളിവിടെ വന്നു. ഇവിടെയുള്ള വിഷയങ്ങൾ ഏത് രൂപത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് എന്ന വിശദീകരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ ക്യാമ്പിൽ പങ്കെടുക്കുകയും ഇവിടെ നിന്ന് വിശദീകരിക്കുന്ന അടിസ്ഥാനപരമായ വിശ്വാസങ്ങളെ മനസ്സിലാക്കുകയും അത് തൻ്റെ ജീവിതത്തെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്ന് അന്വേഷിക്കുകയും സർവശക്തനായ തമ്പുരാന് മുന്നിൽ തൻ്റെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കുകയും ചെയ്യുക എന്ന മഹത്തായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ മേലാണ് ഇന്ന് ലോകം തന്നെ നിലനിൽക്കുന്നത്. ആ ലക്ഷ്യത്തിലാണ് ലോകത്ത് സമാധാനം നിലനിൽക്കുന്നത്. ആ ലക്ഷ്യത്തിൽ ആളുകൾ ജീവിക്കുന്നത് കൊണ്ടാണ് കലാപകലുഷിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകേണ്ട സ്ഥലങ്ങളിലൊക്കെ
സമാധാനത്തോടുകൂടെ ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. അതേ ലക്ഷ്യം തന്നെയായിരിക്കണം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതാണ് ഈ പ്രോഫ്കോൺ നമുക്ക് നൽകുന്ന പാഠം. ഇവിടെ നമ്മൾ ഒരേപോലെ സഹോദരങ്ങളായി ജീവിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരേപോലെ വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയുമാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും വിശദീകരിക്കുന്ന ആദർശം. ആ വിശദീകരണങ്ങളിൽ നിങ്ങൾക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ചോദിക്കുവാനും എഴുതി അറിയിക്കുവാനുമുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ടുള്ള സമ്മേളനം. കാരണം ഇന്ന് നമുക്കൊക്കെ നഷ്ടമായത് സമാധാനമാണ്. ഏത് തരത്തിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും, വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാർത്ഥികളല്ലെങ്കിലും, സമ്പത്തുള്ളവരാണെങ്കിലും സമ്പത്തില്ലാത്തവരാണെങ്കിലും, ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന ഏത് വിധത്തിലുള്ള ആളുകളെ പരിശോധിച്ചു നോക്കിയാലും അവരൊക്കെ അന്വേഷിക്കുന്നതും അവരൊക്കെ ആഗ്രഹിക്കുന്നതും അവരൊക്കെ പ്രതീക്ഷിക്കുന്നതും ജീവിതത്തിൽ അല്ലലില്ലാതെ, അലട്ടലുകളില്ലാതെ, പ്രയാസങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ സമാധാനത്തോടുകൂടെ ജീവിക്കണം എന്നുള്ളതാണ്. ആ സമാധാനത്തിന്റെ തുരുത്തന്വേഷിച്ചുകൊണ്ട് എത്രയെത്ര കേന്ദ്രങ്ങളിലേക്കാണ് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കേന്ദ്രങ്ങൾ, മനുഷ്യ ദൈവങ്ങൾ, ആത്മീയ കേന്ദ്രങ്ങൾ, ധ്യാന സദസ്സുകൾ, മക്ബറകൾ, ജാറങ്ങൾ, ദർഗകൾ തുടങ്ങി മനുഷ്യന് സമാധാനം ലഭിക്കാനുള്ള ഉപാധികളായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയ തുരുത്തുകൾ ഇന്ന് വ്യത്യസ്തങ്ങളാണ് ഓരോ പ്രദേശങ്ങളിലും എന്നത് പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. പക്ഷേ അവിടങ്ങളിൽ നിന്നൊന്നും ലഭിക്കാത്ത സമാധാനവും അനുഭൂതിയും ദൈവികമായ മതത്തിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന്, അള്ളാഹുലേക്ക് കീഴൊതുങ്ങുന്നതിലൂടെയാണ് ലഭിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കയില്ലാത്ത വണ്ണം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, അവർക്ക് ആ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിലൂടെ അവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളിലൂടെ മാത്രമേ മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് എപ്പോഴാണോ സാധിക്കുന്നത് അപ്പോഴേ നമുക്ക് നമ്മുടെ ജീവിതത്തെ, ഭൗതിക ജീവിതമാണെങ്കിലും മരണാനന്തര ജീവിതമാണെങ്കിലും ആ ജീവിതത്തെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കുന്നത് എന്ന കാര്യം ഓരോരുത്തരും സ്മരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള നമ്മുടെ ജീവിതത്തെ ശുദ്ധമാക്കുവാനുള്ള ശ്രമങ്ങളായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. ഇവിടെ നമ്മൾ ഏത് ലക്ഷ്യത്തിൽ വന്നാലും, ഇവിടെ നമ്മൾ വരുമ്പോൾ ഏത് രൂപത്തിലുള്ളവരാണെങ്കിലും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ സുഗമമായി ജീവിക്കേണ്ട ആളാണ് ഞാൻ എന്ന ബോധ്യത്തോടുകൂടെ തൻ്റെ കർമ്മങ്ങളെ മുഴുവനും നല്ല കർമ്മങ്ങളാക്കി മാറ്റുവാനും തൻ്റെ ജീവിതത്തെ മുഴുവനും യഥാർത്ഥമായ പാതയിലൂടെ തിരിച്ചുവിടാനും വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരുടെയും കർമ്മങ്ങളെ വിശദീകരിച്ചു തന്നു. ഓരോ ആളുകളും പ്രവർത്തിക്കും. ചില ആളുകളൊക്കെ കർമ്മങ്ങൾ ചെയ്യും. അവർ വിചാരിക്കും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതായിരിക്കുമെന്ന്. ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ടാകും അവർ. എപ്പോ നോക്കിയാലും അവർക്കൊരു സെക്കൻഡ് സമയം പോലും വെറുതെ ഇരിക്കാൻ അവർക്കുണ്ടാകില്ല. അവർ കർമ്മ നിരതരായിരിക്കും. പക്ഷേ അവസാനം മരണത്തിന് ശേഷം ആ പരലോകത്ത് അവർ ഉയർത്തെഴുന്നേൽക്കപ്പെടുമ്പോൾ അവിടെ അവർക്ക് ലഭിക്കുന്നത് ജ്വലിക്കുന്ന നരകം മാത്രമായിരിക്കുമെന്നാണ്. ഇസ്ലാമികമായ പാതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അവർ എത്ര കർമ്മനിരതരായാലും അതിന്റെ ഫലം അവർക്ക് ലഭിക്കുന്നത് നരകമായിട്ടാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്നപ്പോൾ ആ വചനത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് തവണ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. തന്റെ ജീവിതത്തിലുടനീളം നാളെ പരലോകത്ത് രക്ഷ ലഭിക്കുവാൻ, അവിടെ സ്വർഗം ലഭിക്കുവാൻ ഏത് രൂപത്തിൽ പ്രവർത്തിക്കണമെന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വിശദീകരിച്ചത് ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ, ഒരു കാര്യത്തെ അള്ളാഹു പരിഗണിക്കുന്നത് അതിന്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണ് എന്നാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കും. ആ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് അതിന്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾ ഇസ്ലാമികമായി ജീവിച്ചു, അയാൾ ഇബാദത്തുകൾ മുഴുവനും നിർവഹിച്ചു, മാന്യനായി ജീവിക്കുകയായിരുന്നു. പക്ഷെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ
അയാൾക്ക് തോന്നി എന്റെ ഭൗതികമായ ജീവിതത്തിന് ഇത് തടസ്സമാകുന്നുണ്ടോ എന്ന്. തന്റെ കച്ചവടത്തിന്, തന്റെ പഠനത്തിന്, തന്റെ വ്യക്തിപരമായ ദുശ്ശീലങ്ങൾക്ക് അതൊക്കെ ഇസ്ലാം തടസ്സമാകുന്നുണ്ടോ എന്ന് തോന്നുകയും അയാൾ ഇസ്ലാമികമായ ജീവിതത്തെ മെല്ലെ മെല്ലെ മാറ്റിവെച്ചുകൊണ്ട് അഭീഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ അയാൾ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അയാൾ മരിക്കുകയാണെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹാ, അല്ലാഹു അയാളുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് അതിന്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നാൽ ഒരു വ്യക്തി അയാൾ ജീവിച്ചപ്പോൾ ഇസ്ലാമികമായ ജീവിതമായിരുന്നില്ല. അയാൾക്കറിയില്ലായിരുന്നു നമസ്കാരം കൃത്യമായി നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന്. അയാൾക്കറിയില്ലായിരുന്നു സംസാരിക്കുമ്പോൾ മാന്യമായിട്ടാണ് സംസാരിക്കേണ്ടത് എന്ന്. അയാൾക്കറിയില്ലായിരുന്നു തന്റെ അധ്യാപകരോട് പെരുമാറേണ്ട രീതി എങ്ങനെയായിരുന്നു എന്ന്. അയാൾക്കറിയില്ലായിരുന്നു തന്റെ സഹപാഠികളോടുള്ള പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിലായിരിക്കണമെന്ന്. അയാൾക്കറിയില്ലായിരുന്നു ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എപ്രകാരമാണ് ജീവിക്കേണ്ടത് എന്ന്. അയാൾക്കറിയില്ലായിരുന്നു ഒരു സമൂഹത്തിന് ധാർമ്മികമായി നേതൃത്വം നൽകേണ്ടത് ഏത് വിധത്തിലായിരുന്നു എന്ന്. അയാൾക്കറിയില്ലായിരുന്നു മദ്യവും മദിരാക്ഷിയെല്ലാം അയാളുടെ ജീവിതത്തെ തകർത്തെറിയുന്ന മാരകങ്ങളാണെന്നും അതിൽ നിന്ന് മാറി ജീവിക്കേണ്ട വ്യക്തിയാണ് എന്നുമൊന്നും. പക്ഷേ അയാൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ബോധ്യപ്പെടുകയാണ്. എല്ലാം ഉപേക്ഷിച്ചു. മദ്യം അയാൾ ഉപേക്ഷിച്ചു. വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നു. മയക്കുമരുന്നുകളിൽ നിന്ന് മാറി നിന്നു. മാന്യമായി സംസാരിക്കാൻ തുടങ്ങി. മാതാപിതാക്കളെ സ്നേഹിക്കാൻ തുടങ്ങി. മുതിർന്നവരെ ആദരിക്കുവാൻ തുടങ്ങി. ചെറിയവരോട് കാരുണ്യം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ സമൂഹത്തിൽ ഏതെല്ലാം നന്മകളാണോ ആവശ്യമുള്ളത് ആ നന്മകളെ മുഴുവനും വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവസാന ശ്വാസം വരെ അധാർമികമായി ജീവിക്കുവാൻ ശ്രദ്ധിച്ച വ്യക്തി അയാൾ മരിക്കുമ്പോൾ ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹാ, അല്ലാഹു അയാളുടെ പ്രവർത്തനത്തെ സ്വീകരിക്കുന്നത് അതിന്റെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണ് എന്ന്. അഥവാ കഴിഞ്ഞുപോയ തിന്മകൾ, ആ തിന്മകളെ മുഴുവൻ അയാൾക്ക് പുറത്തു കൊടുക്കുകയും അവസാനം ഏതൊരു രൂപത്തിലാണോ അയാൾ മരിക്കുന്നത് അതേ അവസ്ഥയിൽ തന്നെ, അതേ കർമ്മങ്ങൾ തന്നെ, അതിന് തത്തുല്യമായ പ്രതിഫലം അല്ലാഹു അയാൾക്ക് പരലോകത്ത് നൽകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഇത് ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം ഇവിടെ നമ്മൾ വരുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം എന്നതല്ല പ്രശ്നം. മറിച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. ഇനി കൃത്യമായ പാതയിലൂടെയായിരിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എത്ര പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതൊക്കെ കഴുകിക്കളയാനുള്ള മാർഗം ഇസ്ലാം തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അല്ലാഹു പറയുകയാണ്, എന്റെ അടിമകളെ. ആരെയാണെന്ന് അറിയുമോ അല്ല വിളിച്ചത്? എന്റെ അടിമകൾ എന്ന്. സ്വന്തം ദേഹങ്ങളോട് അതിക്രമങ്ങൾ കാണിച്ചു പോയ എന്റെ അടിമകൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ അതിക്രമങ്ങൾ കാണിച്ചു പോയ ആളുകൾ, അതിൽ മദ്യപാനികൾ ഉണ്ടാകും, അതിൽ വ്യഭിചാരികൾ ഉണ്ടാകും, അതിൽ മാന്യമായി ജീവിക്കാത്തവരുണ്ടാകും. ഏതെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകൾ മുഴുവനും ചെയ്ത ആളുകൾ അവരെ അല്ല വിളിച്ചത് എന്റെ അടിമകൾ എന്നാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശപ്പെടരുത്. കാരണം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരും. അല്ലാഹു ഗഫൂറാണ്, അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനാണ്, അല്ലാഹു കാരുണ്യവാനാണ്. അതുകൊണ്ട് എത്രയധികം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടുവാൻ, പശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ നമുക്ക് സാധിച്ചുവോ എങ്കിൽ നമ്മുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്നാണ്. അതിന് സമയം പ്രശ്നമില്ല, അതിന് സന്ദർഭങ്ങൾ പ്രശ്നമില്ല. ഏത് സമയത്തും അല്ലാഹുവിനോട് പറയാം. നമ്മുടെ രക്ഷിതാവിനോടല്ലാതെ ഇങ്ങനെ പറയാൻ നമുക്ക് ആരോടാണ് കഴിയുക? ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. അല്ലാഹു രാത്രിയിൽ തന്റെ കൈ നിവർത്തും പകലിൽ ആരെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി. പകലിൽ അല്ലാഹു കൈ നിവർത്തും, രാത്രിയിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി. ഖിയാമത്ത് നാൾ വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ തിന്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള പരിഹാരം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും അതോടൊപ്പം തന്നെ ഇസ്ലാമികമായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു തുറന്ന അവസരമാണ്
ഈ പ്രോഫ്കോണിന്റെ ക്യാമ്പിൽ ചർച്ച ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. മരിക്കുന്നതിന് മുമ്പ് എങ്ങനെ ജീവിക്കണം എന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്. വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്. നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇന്നത്തെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ പോലും വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. എത്രയെത്ര സുഹൃത്തുക്കളാണ് നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന, എത്രയെത്ര സുഹൃത്തുക്കളാണ് ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പ്രായത്തിൽ ലോകത്തിന്റെ ഭിന്ന ദിക്കുകളിൽ ജീവിക്കുന്ന എത്രയെത്ര ആളുകളാണ്. അവർ നമ്മുടെ ഇതേ പ്രായത്തിൽ തന്നെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ടുള്ളത്. ഇന്ന് സമൂഹത്തെ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ രൂപത്തിൽ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുടെ വാർത്തകൾ നിരന്തരമായി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, അവരെ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. അവരിൽ നിന്നൊന്നും വ്യത്യസ്തമല്ല നമ്മുടെ ജീവിതം. നമ്മളും എപ്പോഴും മരിക്കും, ഏത് സമയത്തും മരിക്കും. പക്ഷേ ആ മരണം തൊണ്ടക്കുഴിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ ഇസ്ലാമികമാക്കി കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുവാൻ നമുക്ക് കഴിയും. ആ വിജയത്തിന് വേണ്ടിയുള്ള തീവ്രമായ പരിശ്രമങ്ങളായിരിക്കണം നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതിനുള്ള ഒരു തുറന്ന അവസരമാണ് ഈ പ്രോഫ്കോൺ. ഇതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും ഇതിലോരോ വിഷയങ്ങളിലും സജീവമായ ചർച്ചകളിൽ പരിപൂർണമായും ഇടപെടാനും അങ്ങനെ ഈ വൈജ്ഞാനികമായ വിഷയങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.